ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ട്രസ്ലെച്ചസ് പുഡിംഗ് എന്ന് പറയും, മിൽക്ക് കേക്ക് എന്ന് പറയും, അങ്ങനെ പല പേരിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു പുഡിംഗാണിത്. ട്രസ്ലെച്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 മിൽക്കാണ്. 3 തരത്തിലുള്ള മിൽക്ക് നമ്മൾ സിറപ്പ് ഉണ്ടാക്കി സോക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ എൻ്റെ റെസിപ്പീസിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലൊരു സ്പോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാ കേക്ക് സ്പോഞ്ചിനെയും കാട്ടി എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു സ്പോഞ്ച്. ഫസ്റ്റ് ഞാൻ 1/2 kg ഒരു സ്പോഞ്ച് ഉണ്ടാക്കിയാണ്. അതിനായിട്ട് 1/2 കപ്പ് മൈദ മാവിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടണം. എന്നിട്ട് അതിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഈ 3 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മളെ മാവ് എല്ലാം മിക്സ് ആവുകയും ഇതിലുള്ള തരിതരിയായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മുട്ടയുടെ വൈറ്റ് പോർഷനും യോക്ക് പോർഷനും 2ആയിട്ട് തിരിച്ചു വച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൈറ്റാണ് ബീറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ വെനില എസൻസും കൂടെ ഒഴിച്ചാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഈ സ്പോഞ്ചിന് വേണ്ടി എടുക്കുന്നത്. അതിലൊരു 1/4 ഭാഗം ഈ എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. വൈറ്റ് പോർഷൻ ബീറ്റ് ചെയ്താൽ ഇതുപോലെ തിക്ക് ക്രീമായിട്ട് വരും. നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടും. അത് നല്ല ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് യോക്ക് പോർഷൻ ബീറ്റ് ചെയ്യാം. അതിലും ഒരു 1/2 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയിരിക്കുന്ന പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടും. യോക്ക് പോർഷൻ നല്ല ബീറ്റായി വന്നതിന് ശേഷം അതിൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടർ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കും. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഏത് ചരുവാണോ അത് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനും വെക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ യോക്ക് പോർഷനിൽ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് പോർഷനിൽ കുറച്ചായിട്ട് എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല തിക്ക് ക്രീമായിട്ടാണ് വൈറ്റ് പോർഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ സ്പോഞ്ചിൽ വൈറ്റും യോക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് നല്ല ഇളക്കി കൊടുക്കണം. നല്ല കുത്തി മിക്സ് ചെയ്യാൻ പാടില്ല. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കണം. അതിൽ ഉണ്ടയായിട്ടിരിക്കുന്ന ഭാഗം എല്ലാം നല്ല ഉടച്ചെടുക്കണം. ഇനി 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് ടാപ്പ് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തത്. കുക്കർ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ വിസിൽ മാറ്റിയിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ സ്പോഞ്ചായി. ഒരു സ്റ്റിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ സ്പോഞ്ച് റെഡിയായെന്ന് അർത്ഥം. ഇനി നമുക്ക് മിൽക്ക് സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് പാലെടുക്കുന്നുണ്ട്. അത് നല്ല കുറുക്കി എടുക്കണം. അതൊരു 1/2 കപ്പോളം ആക്കി എടുക്കണം. നല്ല തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രസ്ലെച്ചസ് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 3 തരം പാല് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അതിലാദ്യം ഞാൻ ഇവാപ്പറേറ്റഡ് മിൽക്കാണ് 1/4 കപ്പ് പാല് കുറുക്കി 1/2 കപ്പാക്കി എടുക്കും. പിന്നെ ഞാൻ അതിൽ ചേർക്കുന്ന കണ്ടൻസ് മിൽക്കും ഹെവി ക്രീമും, ഫ്രഷ് ക്രീമും ആവാം വിപ്പിംഗ് ക്രീമും ആവാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് 3 തരം മിൽക്കും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ തിളപ്പിച്ച പാല് കുറുകി 1/2 കപ്പ് അളവിലായിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണ്. അത് നല്ല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാണ്. ഇനി ഈ 3 പാലും കൂടി മിക്സായി ഒന്നും കൂടി ഒന്ന് കുറുകി വരണം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തണുക്കുമ്പോഴത്തേക്കും ഈ മിൽക്ക് കുറച്ചും കൂടി ഒന്ന് തിക്കാവും.
ഇനി നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് 6 ഇഞ്ചിൻ്റെ പുഡിംഗ് ടിന്നെടുക്കുകയാണ്. എന്നിട്ട് ആ സ്പോഞ്ച് നമ്മൾ അതേ കണക്ക് വെച്ച് ഒരു ഫോർക്ക് കൊണ്ട് അല്ലെങ്കിൽ സ്റ്റിക്ക് കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കണം. കാരണം നമ്മൾ സോക്ക് ചെയ്യാനുള്ള മിൽക്ക് എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല ഇറങ്ങി നമ്മളെ സ്പോഞ്ച് നല്ല സോക്കാവണം. അതിന് വേണ്ടിയിട്ടാണ് കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കേക്ക് ഫുള്ള് നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് പുറത്തോട്ട് വന്നാലും കുഴപ്പമില്ല. കാരണം കേക്കിലാകുമ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുമ്പോൾ അത് നല്ല പിടിക്കും, നല്ല സോക്കാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ ഇറങ്ങത്തുള്ളൂ. കാരണം നമ്മുടെ മിൽക്ക് നല്ല തിക്കായിട്ടായിരിക്കുന്നത്, നല്ല കുറുകിയിരിക്കുകയാണ്. മിൽക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. സോക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കണം. ആ സമയത്ത് ഞാൻ ബദാമും പിസ്തയും കാഷ്യൂവും കൂടി നീളത്തിന് കട്ട് ചെയ്ത് വെച്ചു. ഇനിയും ഒന്നും കൂടെ സോക്ക് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം കേക്ക് സോക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് ചെറിയൊരു ഡിസൈൻ ചെയ്യുകയാണ്. ഓപ്പൺ സ്റ്റാർ വെച്ച് ബബിൾ ഡിസൈൻ ചെയ്യുകയാണ്. വിപ്പിംഗ് ക്രീം ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിൽ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ക്രീമിനും ആ ഒരു ടേസ്റ്റ് കിട്ടും. കേക്കിൻ്റെ മുകളിൽ ഫുള്ള് ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഓപ്പൺ സ്റ്റാർ ഇല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ജസ്റ്റ് ഒന്ന് നിറച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു ബബിൾ ഡിസൈൻ കിട്ടും. അങ്ങനെയും ചെയ്താൽ മതി. റോസെറ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. മുകളിൽ നമുക്ക് ആ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും. ഓവറോൾ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചെറുതായിട്ടൊന്ന് ബട്ടർ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പച്ചയ്ക്ക് കഴിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് റോസ്റ്റ് ചെയ്തതാണ്. അത് മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡ്രൈ റോസ് നമുക്ക് ബേക്കിംഗ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അതിട്ട് കൊടുക്കാം. ഫ്രഷ് റോസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പുഡിംഗ് റെഡിയായി. ഇതിൻ്റെ കൂടെ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതിന് മുമ്പും കൂടി നമ്മൾ മിൽക്ക് സിറപ്പ് വെച്ച് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിന്നിൽ മിൽക്കും ഒരു സ്പൂണും കൂടി ഇട്ട് വയ്ക്കും. ഇനി നമ്മളിത് എങ്ങനെയാണ് എടുക്കുന്നത്, നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന മിൽക്ക് സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനൊരു ഡെസേർട്ടിന് പകരമാണ് ഇത് ഉണ്ടാക്കിയത്. ഞാൻ ആരൂട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു ടേബിൾ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര പാടായിരുന്നു. കാരണം നല്ല സോക്കായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്ന, വായിൽ വെച്ച് അപ്പം അലിഞ്ഞു പോകും. ആ ഒരു കണ്ടീഷനിലായിരുന്നു. ഒരു ഐസ്ക്രീം കണക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതായിരുന്നു. കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് മിൽക്ക് സിറപ്പും കൂടി ഒഴിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും, ഉറപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.